ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ നമ്മൾ 81-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹപരമാമൊരു കൂറിതെന്തയാലെ വികസിതമാമിത് ഭോഗ്യ വിശ്വമാകും. നമ്മുടെ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ അതേത് രീതിയിലാണ് ഇവിടെ രണ്ടായിട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്, ഏത് രൂപത്തിലാണ് നമ്മളത് അനുഭവിക്കുന്നത്? അപ്പോൾ പ്രകൃതി പിരിഞ്ഞ്, പ്രകൃതി സ്വയമായിട്ട് തന്നെ പിരിഞ്ഞിട്ട് ഒരു കൂറ്, അതിൻ്റെ ഒരു വശത്ത് ഭോക്തൃരൂപം, ഭോക്താവിൻ്റെ രൂപത്തിൽ അഹന്തയായിട്ട് ഞാനെന്ന ഭാവത്തിൽ നിൽക്കുന്നു. വെളിയെ സമുല്ലസിക്കും, അത് വെളിയിൽ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. ഇഹപരമാം സകലവും, ഈ ലോകവും അതുപോലെ പരലോകവും ആയിട്ട് കാണുന്നത് ഒരു കൂറ്, ഒരു വശത്ത്. ഇതെന്തയാലേ, ഇത് എന്ന രൂപത്തിൽ വികസിതമാം, വികസിച്ച് നിൽക്കുന്നു. ഇത് ഭോഗ്യവിശ്വമാകും. ഇങ്ങനെ നിൽക്കുന്നത് ആണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ലോകം എന്ന് പറയുകയാണ്. ഇവിടെ ഗുരു ഈ പരമ്പൊരുളിൽ നിന്ന്, അല്ലെങ്കിൽ പരമ്പൊരുളിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് പ്രകൃതിയാണ്, മായ. പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, മായ, പ്രകൃതി. ഇത് ഞാനെന്ന ഭാവത്തിൽ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, എൻ്റെ കഴിവുകളാണ്, ഇങ്ങനെ പല രൂപത്തിൽ ഇവിടെ നമ്മൾ ഈ ലോകത്തെ കാണുകയാണ്, അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേരിനെക്കുറിച്ചുള്ള ചിന്ത അവിടെ വരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് മായയുടെ ഒരു അതിപ്രസരം നമ്മൾ കാണുന്നത്. അപ്പോൾ മായ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള തെറ്റായ തലത്തിലേക്ക് മനുഷ്യൻ അവൻ്റെ ചിന്തകൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇഹലോകവും പരലോകവും, രണ്ട് ലോകങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുകയാണ്. ഈ ലോകം എന്ന് പറയുമ്പോൾ ഇദം പൂർണ്ണമദഃ പൂർണ്ണമിദം എന്ന് നമ്മൾ ആ ചൊല്ലുന്ന മന്ത്രത്തിലും അത് കാണുന്നുണ്ട്. ഇദം, ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം, ഈ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥ. അതേപോലെ പരലോകം, പരലോകം, അത് ഒരുപാട് ലോകങ്ങളുണ്ട്. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ ലോകമല്ലാതെ സൂക്ഷ്മമായിട്ടുള്ള വേറെ ഒരുപാട് ലോകങ്ങളെക്കുറിച്ച് മഹർഷിമാർ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ദൈവചിന്തനം എന്നുള്ള കൃതിയിലും അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മളുടെ ആധുനിക ശാസ്ത്രം അതിനെ അത്ര വിശ്വസിക്കണമെന്നില്ല. കാരണം കൺമുമ്പിൽ കാണുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചു പോകുന്ന ആളുകളാണ്. അവർക്കും അതൊരു വിശ്വാസം മാത്രമാണ്, അല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്കും അറിയില്ല. പക്ഷേ മഹർഷിമാർ അവരുടെ ധ്യാനത്തിൻ്റെയും ഒക്കെ ആഴത്തിൽ നിന്ന് മറ്റ് സൂക്ഷ്മമായിട്ടുള്ള ലോകങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അറിവ് അവർക്കുണ്ട്. അത് നമ്മളുടെ ബാഹ്യമായിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ കൊണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അറിയാവുന്ന ഒന്നല്ല താൻ. അതുകൊണ്ട് ഗുരുവിൻ്റെ ആ കൃതി മലയാളത്തിലാണ് അത് ഗുരു എഴുതിയിരിക്കുന്നത്, ഗദ്യമാണ്.
അത് വായിച്ചു നോക്കിയാൽ അറിയാം. ഈ ഭൂലോകത്തിൽ അനന്തകോടി ജീവികളുള്ളതുപോലെ സൂക്ഷ്മലോകത്തിലും അനന്തകോടി ജീവികളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ ലോകവും ഇവിടെ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ആ ലോകത്തെയും ഈ ലോകത്തെയും അതിൻ്റെ പരിമിതികളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് യാഥാർത്ഥ്യം, കാരണം ഇതിൽ പെടാതെ, യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഇതിലൊന്നും മയങ്ങിപ്പോകാതെ യഥാർത്ഥത്തിൽ തൻ്റെ ആ സ്വരൂപത്തിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ വികസിച്ച് കാണുന്ന ഈ ലോകവും സൂക്ഷ്മമായിട്ടുള്ള മറ്റ് ലോകങ്ങളെല്ലാം ഈ ആത്മാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കണമെന്നാണ്. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.